ഉറക്കൊന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. സൗണ്ട് ആർക്കാ കൂടുതൽ, ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ? പെണ്ണുങ്ങൾക്കാണ്. കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്നത്തെ വിഷയം പുതിയ കാലഘട്ടത്തിലെ കുട്ടി. ഒരു കുട്ടി മാത്രമുള്ളവരൊന്ന് കൈപൊക്കിയ, ഒരു കുട്ടി മാത്രമുള്ളവർ, ഒരു കുട്ടി മാത്രം. ഓക്കെ, ഹാൻഡ്സ് ഔട്ട്. രണ്ട് കുട്ടികളുള്ളവർ കൈപൊക്കിയേ. രണ്ട് കൈയും പൊക്കണ്ട, ഒരു കൈ പൊക്കിയാൽ മതി. രണ്ട് കുട്ടി രണ്ട് കൈയും. അപ്പം മൂന്ന് കുട്ടി മൂന്ന് കൈയും, അല്ല രണ്ട് കൈയും കാലും. മൂന്ന് കുട്ടികൾ കൈ പൊക്കിയ, മൂന്ന് കുട്ടികൾ. വെരി ഗുഡ്. നാല് കുട്ടികൾ. ഓ എന്താ ഒരു ആവേശം. ഒരു ബുക്ക് തരാം. നാല് ഞാനാ. ഓക്കെ, അഞ്ച് വേണ്ട 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 വേണ്ട. അഞ്ചൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ 6 7 ഉണ്ടാവും. ചിലർ പൊക്കൂല. വേണ്ട, 5 6 ഉണ്ട്. എനിക്കൊരു മോനാണ്, 5 വയസ്സുള്ള ഒരു ആൺകുട്ടി. കിൻഡർ ജോയ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറിയോ? അതിൻ്റെ മുതലാളിയെ ഞാൻ വെടിവെച്ച് കൊല്ലും, ഉറപ്പാണ്. ഇല്ല ശരിയല്ലേ? 24 മണിക്കൂറും കിൻഡർ ജോയ് കിൻഡർ ജോയ് കിൻഡർ ജോയ്. എൻ്റെ പേര് വരാവും മറന്നു. ഫോൺ ചെയ്ത് ഞാൻ കിൻഡർ ജോയ് കിൻഡർ ജോയ്. എൻ്റെ പേര് വരാവും മറന്നു. കിൻഡർ ജോയ് നിങ്ങൾക്കറിയോ? സാധനം അറിയോ? ഇല്ലേ? ആ സാധനത്തിൻ്റെ മിഠായി അവന് വേണ്ട. അതിൻ്റെ ആ മറ്റേ ഒരു സാധനം മിഠായി വേണ്ട, മറ്റേ സാധനം പിടിച്ചിട്ട് ഒരു 15 മിനിറ്റ് സമാധാനം കിട്ടും. അതാണ് പുതിയ പാഠങ്ങൾ ഞാൻ പഠിച്ചത് മോനായപ്പോൾ. ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ പ്രത്യേകതയിൽ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ വ്യത്യാസങ്ങളുണ്ട്, ഇഷ്ടം പോലെ വ്യത്യാസങ്ങളുണ്ട്. ദേ ആർ ഫോക്കസ്ഡ്. വളരെ ലക്ഷ്യബോധമുള്ള കുട്ടികളാണ് ഈ കാലഘട്ടത്തിലെ കുട്ടികൾ, അല്ലേ? ഫോക്കസ്ഡ് ആണ്, ലക്ഷ്യബോധം കൂടുതലാണ്. ഇനി നിങ്ങൾ പറയൂ, ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ ലക്ഷ്യബോധം കൂടുതൽ? അതും പെൺകുട്ടികൾക്കാണ്. പരീക്ഷാ പേടി ആർക്കാ കൂടുതൽ? ആൺപിള്ളേർക്കാ പെൺപിള്ളേർക്കാ? പെൺകുട്ടികൾക്കാ. ഇപ്പം ആൺപിള്ളേരും പെൺപിള്ളേരും എടുത്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നു, എക്സാമിന് ഇനി 10 ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പറയും, സാർ പേടിപ്പിക്കല്ലേ സാർ എന്ന് പറയും. അതൊക്കെ ആൺപിള്ളേർ. ആണോ? 10 ദിവസം സാറിന് വല്ല വിഷമമുണ്ടോ? നമുക്കെന്തോ ഇവന്മാർക്കൊരു ചൂടില്ല, ശരിയല്ലേ? ഒരു ചൂട് എന്ന് പറയുന്ന സാധനമില്ല. ഇവർക്ക് ടെൻഷൻ ഇല്ല എന്നതാണ് നമ്മുടെ ടെൻഷൻ, അല്ലേ? നമുക്ക് ടെൻഷൻ ഇതാ. ആൺപിള്ളേർക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ ഒരു 22 വയസ്സ്, അത് ഓഫ് ചെയ്ത് വെച്ച്, 22 വയസ്സ് ആവണം ആ ബുദ്ധിയൊക്കെ പുറത്തേക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. കുട്ടികൾ ഒരുപാട് പ്രത്യേകത, ഇഷ്ടം പോലെ പ്രത്യേകത ഉണ്ട് പുതിയ കാലത്തെ കുട്ടികൾക്ക്. ഒരുപാട് പ്രത്യേകത. ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒന്നെന്താ? നേരത്തെ ഞാൻ പറഞ്ഞ ഫോക്കസ്. രണ്ടാമത്തത് ടെക്നോളജി. ടെക്നോളജിയുടെ ശരിയല്ലേ? നമ്മൾ പഠിച്ചതല്ലല്ലോ ഇവർ പഠിച്ചത്. 1996 ഇൻ്റർനെറ്റ് വരുന്നത്. ഇൻ്റർനെറ്റ് വന്നതിന് ശേഷമുള്ള തലമുറയ്ക്ക് പ്രായപൂർത്തിയായി. നമ്മളൊക്കെ പലതും പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മൾ കണ്ട ലോകമല്ല ഈ കുട്ടികളുടെ ലോകം, അല്ലേ? ഈ കുട്ടികളുടെ ലോകമല്ല ഇൻ്റർനെറ്റ്. പലപ്പോഴും ഇതിലിരിക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ ഫോൺ എന്ന് പറഞ്ഞാൽ പച്ച ചുവപ്പ്, പച്ച ചുവപ്പ്, ഇവിടെ വന്നാൽ പച്ച, വേണ്ടെങ്കിൽ ചുവപ്പ്. എൻ്റെ ഉമ്മക്ക് അങ്ങനെയായിരുന്നു. ഇപ്പം മാറി, ഇപ്പം നമ്മളും മാറി, ഇല്ലേ? വാട്സപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയാൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കിയ പോലെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ, ഇല്ലേ? രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ റിമൂവ്ഡ് യു എന്നൊക്കെ, എന്നെ പുറത്താക്കിയില്ലേ? അപ്പോൾ വിളിക്കൂ, അവനെ വിളിക്കുന്നു. എന്നിട്ട് വാട്സപ്പൊക്കെ നമ്മുടെ സ്വന്തം പോലെ. പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ, കുട്ടികളുടെ മാറ്റം അങ്ങനെയല്ലേ? ഒരുപാട് മാറ്റങ്ങൾ. 7ാം ക്ലാസ്സിലെ കുട്ടികൾ ക്ലാസ് എടുക്കാൻ പോയിട്ട് ഹരിശ്രീ സ്കൂൾ, വേണ്ട പേര് പറയുന്നില്ല, ഒരു സ്ഥലത്ത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പൊരുത്തം വന്നിട്ട് പറഞ്ഞാൽ ക്ലാസ്സൊക്കെ അടിപൊളിയായി, സാറിന് ലൈക്ക് വേണോ? എന്ത് 500 രൂപ എന്നാൽ 1000 ലൈക്ക് തരാം. കച്ചവടാ. ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കച്ചവടം ചേർന്ന് ഇത്ര മൂന്ന് പീക്കിരി പിള്ളേർ ലൈക്ക് വിൽക്കാൻ നടക്കുന്നു. ലൈക്ക്. ടെക്നോളജിയുടെ കാലഘട്ടം മൊത്തം മാറുക കേട്ടോ. 10 വർഷത്തിനുള്ളിൽ. സോഫിയ എന്ന് കേട്ടിട്ടുണ്ടോ? സോഫിയ ആരൊക്കെ കേട്ടിട്ടുണ്ട്? സോഫിയ. എന്ത് സോഫിയ കേട്ടത്? എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ സോഫിയ അല്ല, റോബോട്ട് സോഫിയാണ് നിങ്ങളൊക്കെ കേട്ടത്. ഒന്ന് കൈപ്പൊക്കി ഈ സോഫിയ കേട്ടവർ. ഇത്ര അധികം ആളോ മലപ്പുറത്ത്? സോഫിയനറിയാം? വെറുതെ പറയാം ആണോ? വെരി ഗുഡ്.